ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കിത് PS5 കിട്ടിയിരിക്കുകയാണ്. ഇത് അൺബോക്സിംഗ് ഒന്നുമല്ല, കാരണം ഞാൻ ഓൾറെഡി പാക്കറ്റൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്ത സാധനമാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. അതിന് ശേഷം ഇടുന്ന ഒരു സാധനമാണ്. ഈ പാക്കറ്റ് അങ്ങനെ അധികം കിട്ടിയില്ല, കാര്യം അതെൻ്റെ കൂട്ടുകാരൻ US നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് ഭയങ്കര പൈസയും പിന്നെ അതുപോലെ തന്നെ സാധനം അവൈലബിളും അല്ല. പക്ഷെ അവിടെ ആയപ്പോൾ ഇത് 35 കിട്ടും. 35,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അവിടെ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളെന്ന് പറയുന്നത് 2 കൺട്രോളറാണ്. ഇവിടെ ഒന്നേ കിട്ടത്തുള്ളൂ, 2 കൺട്രോളർ കിട്ടി, പിന്നെ ഒരു പൾസ് 3D ഹെഡ്സെറ്റ് കിട്ടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗോഡ് ഓഫ് റാഗ്നറോക്കിൻ്റെ ഗെയിമും കിട്ടി. അതിൻ്റെ അത് സ്ക്രാച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഗെയിം ഇൻസ്റ്റാളായി. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണത്. പിന്നെ നമുക്ക് ഇതിനോട് കേബിൾ കിട്ടും. കേബിൾസ് എന്ന് പറയുന്നത് പവർ കേബിൾ എന്ന് പറയുന്നത് ഇതാണ്, DC1 ഇതാണ്. ഇതിൻ്റെ യൂണിവേഴ്സൽ പ്ലഗ് ഇതിൽ എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് 7 ആംപിയർ 125 വാട്ട്സ് എന്നാണ്, 125V എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഉപയോഗിക്കാൻ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ വോൾട്ടേജിൻ്റെ പ്രശ്നം എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല, കാരണം ഇതിൻ്റെ പുറകെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ഉപയോഗിക്കാമെന്നുള്ളത്. അതായത് PS5ൻ്റെ പുറകിൽ കണ്ടില്ലേ എഴുതിയിരിക്കുന്നുണ്ടോ, 100 to 240 വോൾട്ട്, 3.55 150 ആംപിയർ, 50ലും 60 ഹെർട്സിലും യൂസ് ചെയ്യാം എന്നാണ് എഴുതിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ്. ഓഗസ്റ്റ് 2022 US വെർഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് കിട്ടുന്ന കേബിൾ എന്ന് പറയുന്നത് HDMI 2.1 കേബിളാണ്. പക്ഷേ HDMI 2.1 എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ഇത് HDMI 2.1 ആണ്. കാരണം അതുകൊണ്ട് നമുക്ക് VRRും മറ്റേ ALLM-ഉം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്റർ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2.1ൻ്റെ പോർട്ട് ഉള്ള ഒരു മോണിറ്റർ അത്യാവശ്യമാണ്. എന്നാലേ ആ ഫുള്ളായിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിൻ്റെ എയർപോഡ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. സംഭവം വർക്ക് ചെയ്യും, പക്ഷെ ആ ഒരു ഇത് കിട്ടൂല. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ സംഭവം? പിന്നെ ഇതിൻ്റെ പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത് പുറകെ വശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ USB 3.1 Gen 2 2 പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു എതർനെറ്റ് പോർട്ട് തന്നിട്ടുണ്ട്. HDMI 2.1ൻ്റെ ഒരു പോർട്ട്, പിന്നെ പവറിൻ്റെ ഒരു പോർട്ട്. ഇത്രേ ഉള്ളൂ. ഫ്രണ്ടിലാണെങ്കിൽ പഴയ നമ്മുടെ USB പോർട്ടുണ്ട്, പിന്നെ Type-C പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൺ ബട്ടൺ, പിന്നെ ഇജക്ട് ബട്ടൺ, ഈ 2 മാത്രമേ ഉള്ളൂ കൺട്രോൾസ് ആയിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും സ്വിച്ചുകളൊന്നും അധികം സാധനങ്ങളൊന്നുമില്ല. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്റ്റാൻഡാണ്, എല്ലാവരും കണ്ടിട്ടുള്ള ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇത് നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും വയ്ക്കാം, ഹൊറിസോണലായിട്ടും വയ്ക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ വയ്ക്കാനാണ്. തിരിച്ച് വയ്ക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഈ സാധനത്തിൽ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഇവിടെ ഇതിലിങ്ങനെ സിമ്പിൾസ് വന്നിട്ടുണ്ട്. നമ്മുടെ PS5ൻ്റെ ആ കൺട്രോൾസിലുള്ള സിമ്പിൾസ്. ആ സിമ്പിൾസിലേക്ക് ഈ സാധനം എടുത്തങ്ങ് വയ്ക്കുക, ഇങ്ങനെ കൊളുത്തി അങ്ങ് വയ്ക്കുക. ഇത്രേ ഉള്ളൂ, തീർന്നു. ഇതങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കാം. TV സ്റ്റാൻഡിൻ്റെ അടിയിലോ എവിടെ വേണമെങ്കിൽ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. വെറുതെ ഇരുന്നോളും, പക്ഷെ അതത്ര സേഫ് അല്ല. ഇതാണ് സാധനം. ഇതിന് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് അതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഇട്ട് അതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു അടപ്പുണ്ടല്ലോ, ഈ അടപ്പിനെ നമ്മളിങ്ങനെ തുറന്നെടുക്കണം. തുറക്കുമ്പോൾ ഇത് ഇടാനുള്ളൊരു ഗ്യാപ്പ് ഇട്ട് പിന്നെ ഈ പ്ലാസ്റ്റിക് എടുത്ത് ഇവിടെ സേവ് ഇങ്ങനെ വയ്ക്കുക. സിമ്പിൾ. ഇങ്ങനെ തുറന്ന് കിട്ടും. അതിനുശേഷം ഇത് ഇതിനകത്തൂടെ ഇടുക. ഇവിടെയാണ് ഇതിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തിരിച്ചാൽ തന്നെ മതിയാവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എടുത്ത് ഇങ്ങനെ ഇതിലോട്ട് വെറുതെ ഇങ്ങനെ വയ്ക്കുക. അപ്പോഴേക്കും ഇവിടെ സ്ക്രൂ ഇടാനുള്ളൊരു ഇത് വരും. ഇങ്ങനെ കറക്കി വെച്ചാൽ മതി. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ്. പിന്നെ ഇത് PlayStationൻ്റെ ലോഗോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓട്ടയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പഞ്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ലൈറ്റൊന്നും കത്തൂല.
ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു വെള്ള സാധനമില്ലേ, ഇതിൻ്റെ അകത്ത് ഒരു റഫ്നെസ് ഉണ്ട്, കണ്ടില്ലേ, റഫായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല ഒരു റഫ്നെസ്. പക്ഷേ അതെല്ലാം ഇതിൻ്റെ ലോഗോസാണ് കേട്ടോ. നമ്മുടെ ഈ കൺട്രോൾ കീ ഉണ്ട്, കൺട്രോൾസിൻ്റെ ഈ സിമ്പിൾസ് ഉണ്ടല്ലോ, നിറച്ച് ഈ സിമ്പിൾസ് ഇങ്ങനെ നിറച്ചിങ്ങനെ ഇട്ടിരിക്കുന്നത്, അതാണ് ഈ റഫ്നെസ്. ഭയങ്കരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ സാധനം കാണാൻ. പിന്നെ നമുക്കിത് ഡിജിറ്റൽ വേരിയൻ്റ് അല്ല, ഇത് ഡിസ്ക് ഇടാൻ പറ്റും. ബ്ലൂറേ ഡിസ്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഡിസ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതിൽ 8K വരെ നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള ഗെയിംസ് ഒന്നും ഇറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 8K ഫ്യൂച്ചറിൽ വരുമ്പോൾ നമുക്ക് അതിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ 4K ആണ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഞാനിത് മോണിറ്ററിലാണ് കണക്ട് ചെയ്തത്. ഈ മോണിറ്റർ സാംസങ്ങിൻ്റെ ഒഡീസി എന്നുള്ള ഒരു മോഡലാണ്. ഇതിൽ 144 ഹെഡ്സാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് 2.1 പോർട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ കിട്ടത്തില്ല. അതിന് വലിയ സ്ക്രീൻ തന്നെ വേണം. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതിന് സിസ്റ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മോണിറ്റർ മതി. പക്ഷേ റെക്കോർഡൊക്കെ ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രീമിംഗ് PC വളരെ അത്യാവശ്യമാണ്. TV-ൽ അത് നടക്കില്ല. അത് പറയുമ്പോൾ നമ്മുടെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്. ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മല്ലു ഗെയിം പ്ലേ എന്നുള്ള നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗെയിം വീഡിയോസ് ഉണ്ട്. വേറെ ഗെയിംസ് ഉണ്ട്, PC ഗെയിമാണ്. പക്ഷേ PS5 ഗെയിംസ് ഞാൻ കളിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോട്ട് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാനാണ്. അത് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പവർ കൊടുത്തു, ഇവിടെ HDMI കൊടുത്തു, പിന്നെ അത് ലാൻ കേബിൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു HDMI പോർട്ട് എടുത്ത് നേരെ സ്ക്രീനിൻ്റെ പുറകിൽ കൊടുത്തു. കേബിൾ മാനേജ്മെൻറ്റിന് നോക്കണ്ട, അതിന് ചെയ്യാനുണ്ട്. HDMI 2.1 തന്നെ കൊടുത്തു. അത്രയാണ് ഇതിനകത്ത് കണക്ഷന് വേണ്ടിയത്. വേറെ ഒരു പ്രശ്നമില്ല. കഴിയുന്നത് നിങ്ങൾ ലാൻ തന്നെ കണക്ട് ചെയ്യണം. വൈഫൈ ഉണ്ട്, വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കാതെ മാക്സിമം ലാൻ തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, എപ്പോഴും നമ്മളൊരു UPS ഇത് കണക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവിടുത്തെ വോൾട്ടേജ് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വോൾട്ടേജ് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ലൈഫിന് വേണ്ടി നമ്മളൊരു UPS ഉണ്ടെങ്കിൽ അതിൽ തന്നെ കണക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഒരു UPSO അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസറോ വാങ്ങിച്ച് വയ്ക്കാൻ നല്ലതായിരിക്കും. പെട്ടെന്ന് കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക, മെമ്മറി എറർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പിന്നെ കുറച്ച് സമയം എടുത്ത് തനിയെ റിക്കവർ ആവും, പക്ഷേ കുറച്ച് സമയം എടുത്തൊക്കെ വരും. പക്ഷേ അത് ലോങ് ടൈമിൽ ഇതിന് അത്ര സേഫ് അല്ല. അതുകൊണ്ട് എപ്പോഴും UPSO സ്റ്റെബിലൈസർ അല്ല UPS മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഓൺ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇത് ഡിസ്പ്ലേ പോർട്ടിൽ നിന്നും HDMI പോർട്ടിലേക്ക് മാറ്റാം. HDMI 1 or 2 ആണ്, എന്തായാലും ഞാൻ 1 ഇടാം. എന്നിട്ട് ഈ പവർ ബട്ടൺ ഞെക്കണം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതിപ്പോൾ ലൈറ്റ് കത്തി ഓണായി. ഏതാണെന്നുള്ളത് കണ്ടറിയാം. യെസ്, ഓണായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ PS5 വെൽക്കം സ്ക്രീൻ. ഇപ്പോൾ കൺട്രോളർ നമുക്ക് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ USB പോർട്ട് എടുത്ത് ഇതിലത്ത് USB-C കണക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സെറ്റാവും. ഇത് കണക്റ്റ് ആവും. ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ഇത് ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് പ്ലേ സ്റ്റേഷൻ്റെ ബട്ടൺ ഞെക്കാൻ പറയും. 2 കൺട്രോളർ ഉള്ളതുകൊണ്ട് ഏത് കൺട്രോളർ ഉപയോഗിക്കണമെന്ന് ചോദിച്ചത്. ഇപ്പോൾ ഞാൻ മല്ലു ഗെയിം പ്ലേ എന്നാണ് ഇട്ടിരിക്കുന്നത്. യെസ്, ഇതിനകത്ത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ ഈ കൺട്രോളറിൻ്റെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷന് പറ്റിയൊരു ഗെയിമാണ് ഈ ആസ്ട്രോ പ്ലേ റൂം എന്ന് പറയുന്നത് കേട്ടോ. പോളി സാധനമാണ്, നല്ല ഒരു ഗെയിം തന്നെയാണ്. ക്യൂട്ട് കളി. ഇതിൻ്റെ സൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിൽ ഇവിടെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇത് ഇവിടെ വേണം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ്സെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഹെഡ്സെറ്റ് ഓൺ ചെയ്യണം. ഓൺ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ പെയർ ആയിക്കോളും. ഇത് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇത് ഇൻബിൽട്ട് മൈക്കുണ്ട്, മൈക്ക് ഓൺ ഓഫ് ചെയ്യാം, വോളിയം അപ്പ് ഡൗൺ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗെയിമിൻ്റെ വേണോ ചാറ്റിൻ്റെ ശബ്ദം വേണോ എന്നുള്ളത് കൂട്ടായി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മോണിറ്റർ ചെയ്യാം. നമുക്ക് എന്താ മോണിറ്ററിങ് എന്നുള്ളത് ഞാനത് യൂസ് ചെയ്തിട്ട് പറയാം, ഞാനങ്ങനെ ചെയ്തില്ല. പിന്നെ ഇത് ഡയറക്റ്റ് വയർഡായിട്ട് കണക്ട് ചെയ്യാം. അതാണ് ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു
വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും എടുത്തിടാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ കൺട്രോളറിനകത്തൂടെ തന്നെ നമുക്ക് ശബ്ദം കിട്ടും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ഈ ബീറ്റൊന്നുമല്ല, ചെറിയ ചില്ലെന്നൊക്കെയുള്ള സൗണ്ടുകൾ ഇതിനകത്ത് കിട്ടും. കേട്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കിട്ടും. അപ്പം നമുക്കിത് കൺട്രോളർ ഡെമോ ഉണ്ടോ? ഞാനിവിടെ മോണിറ്ററിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഓൺ ചെയ്താൽ ഇവിടെ വലുതായിട്ട് കേൾക്കാം. ഇതോടെ കേട്ടോ. കണ്ടില്ലേ, പോളി സാധനമാണ് കൺട്രോളർ. അഡാപ്റ്റീവാണ്. അതായത് ഇപ്പോൾ ഇത് ഇത്ര താഴുന്നുള്ളൂ. നേരത്തെ നല്ല താഴ്ന്നുകൊണ്ടിരുന്ന സാധനമാണ്. ഇവിടെയൊക്കെ വൈബ്രേഷനൊക്കെ കിട്ടും. ആ ഫീലുണ്ടല്ലോ, ആ ഒരു ത്രസ്റ്റും ആ ഒരു വൈബ്രേഷനൊക്കെ ഇവിടെ കിട്ടും. ഭയങ്കര ഇതാണ്. പിന്നെ ഇത് ടച്ച് പാഡാണ്. ഇത് കിടില, ഇതൊന്നും പറയില്ല കേട്ടോ, കിടില സാധനം. കണ്ടോ, മോഷൻ സെൻസറുണ്ട്. ആ കുലുങ്ങുന്നതൊക്കെ എനിക്ക് കൈ ഫീൽ ചെയ്യും. ഊതിക്കഴിഞ്ഞാൽ അതവിടെ വരും. കണ്ടോ, ഭയങ്കര ക്യൂട്ട് സാധനമാണ്. ഗെയിം നമുക്ക് പിന്നെ നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നമുക്ക് സിസ്റ്റത്തിനകത്ത് സ്റ്റോറേജ് നോക്കാം. സ്റ്റോറേജ് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് മൊത്തം 667 GB യൂസ്ഫുള്ളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറേ 800 സംതിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ 667 GB ഉള്ളൂ. അതിലിനി 433 GB ഫ്രീ ആയിട്ടുള്ളൂ. ഇതിനകത്ത് USB ഡ്രൈവൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് എക്സ്റ്റൻഡ് സ്റ്റോറേജ് ആക്കാൻ പറ്റും. ഇതിനകത്തിപ്പോൾ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഒരു USB കണക്ട്, ഈ Type-C പോർട്ടിലേക്ക് നമ്മളൊരു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറ്റും. പക്ഷേ ഇതായിരിക്കും ഫാസ്റ്റ്. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേ റെക്കോർഡിങ് സാധനങ്ങളെല്ലാം നമുക്ക് അതിലേക്ക് പറ്റും. കണ്ടില്ലേ, ഇൻസ്റ്റലേഷൻ ലൊക്കേഷനൊക്കെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 1 TB ഒരു SSD മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. കാര്യം വാങ്ങിച്ച ഉടനെ എനിക്ക് പൊളിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്കിത് പൊളിച്ചിട്ട് നമുക്ക് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാം, അത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെമ്മറി. അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. എനിക്ക് കുറേ സമയം എടുത്തു. ഞാനിതിൽ നിന്ന് യൂസ്ഡ് അല്ലായിരുന്നു. പിന്നെയാണ് ആയത് എല്ലാത്തിനും നമ്മുടെ ഹോം ബട്ടണാണ് ഇത്. എവിടെ ചെന്നാലും ഹോം ബട്ടൺ ഇതാണ്. പിന്നെ ഈ കൺട്രോളൊക്കെ മൈക്കുണ്ട്. ഇത് മൈക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി സാധനം കേട്ടോ. കുറേ കൂടി നേരത്തെ കയ്യിൽ കിട്ടേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോഴും കിട്ടി. പിന്നെ അതിനകത്ത് എപെക്സ് ലെജൻഡ് ഫ്രീ ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. അത് മറ്റേ നമ്മുടെ സ്റ്റീമിലായിരുന്നെങ്കിൽ അതിന് പൈസ കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത് ഫ്രീ. അതെനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനകത്ത് ഫ്രീ കിട്ടിയത്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് PS5ൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ OBS സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗെയിമിംഗ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ മല്ലു ഗെയിം പ്ലേ എന്നൊരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. PC ഗെയിംസ് എല്ലാം അതിനകത്ത് ഓൾറെഡി കളിച്ചിട്ടിട്ടുണ്ട്. അതായത് ഗോഡ് ഓഫ് വാർ, പഴയ ഗോഡ് ഓഫ് വാർ, പിന്നെ ഹൊറൈസൺ സീറോ ഡോൺ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റാഗ്നറോക്ക് കളിച്ച് തുടങ്ങണം, അതും കൂടി ഇടും. അപ്പം അതിൽ ഗെയിം കാണണമെങ്കിൽ അതിൽ കണ്ടോളൂ. ഓക്കെ, പീസ്.